അടിപൊളി മച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേക്കര അഴിമുഖ ടൂറിസം മേഖലയിലാണ്. അപ്പോൾ പറയുന്ന പോലെ നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. അപ്പോൾ ചാനൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളി, മറക്കണ്ട. വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ കാറ്റാടി മരങ്ങൾ. കടലിനോട് ചേർന്ന് അങ്ങനെ നീണ്ടു കിടക്കുന്ന കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ പോകുന്ന ഈ പാതയാണ് ഈ പാർക്കിനെ എന്താ പറയുക അതിമനോഹരമാക്കി തീർക്കുന്നത്. സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ, ഒരുപാട് ഫാമിലികൾ, ഒരുപാട് ടീമുകൾ ഇവിടെ വരാറുണ്ട്, സമയം ചിലവഴിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഈ മരങ്ങളുടെ പ്രത്യേകത തന്നെ കേട്ടോ. ഇവിടെ ഭയങ്കര തണലാണ്. ഏത് വെയിലും ഉച്ച ടൈമിലും ഇവിടെ നല്ല തണലാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഈ ടൂറിസത്തിൻ്റെ പേര് പടിഞ്ഞാറേക്കര ടൂറിസം എന്നാണ്. ഇതിനപ്പുറത്തൊരു പുലിമുട്ടൊക്കെ ഉണ്ട്. ഈ ഒരു പുഴ ഉണ്ട്, ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്താണ് പൊന്നാനി. ഈ പൊന്നാനിയെയും പടിഞ്ഞാറേക്കരയും ബന്ധിപ്പിക്കുന്നൊരു പാലം ഇവിടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹൗറ മോഡൽ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാർക്ക് ഒന്നുകൂടെ ഒക്കെ ഉഷാറാവും. ഇത് കണ്ടില്ലേ, ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വാട്ടർഫാൾസ്, അതുപോലെ കുട്ടികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കളിക്കാനും മറ്റായിട്ട് ഉള്ളത്. ഈ പ്രധാനമായിട്ടും ഈ പാത തന്നെയാണ് കേട്ടോ ഇവിടെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗി. ഒരറ്റം മുതൽ അറ്റം വരെ എങ്ങനെ നടന്ന് പോകാൻ. പിന്നെ തണൽ. ഏത് സമയത്തും ഇവിടെ സഞ്ചാരികൾ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ല തണലാണ്. ഇപ്പോൾ കൊറോണയുടെ സമയമായതുകൊണ്ട് ഇപ്പോൾ കൊറോണയാണ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളാരും ഇവിടെ ഇല്ലാത്തവർക്ക് ഇടയ്ക്ക് വരാനിപ്പോൾ പോലീസിൻ്റെ അനുമതി ഇല്ല. അതല്ലേ ഒക്കെ ഒന്ന് ഇതായി ഉഷാറാക്കി വരാണ്ട്. ഇത് നേരെ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. ഇതുവഴി എങ്ങനെ ഇറങ്ങുക, നല്ല രസമാണ്. കടലും നല്ല അതുപോലെ പാർക്കുകളും മറ്റുമൊക്കെ ആയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് മിഠായികളും പൊരിക്കടികളും ചായയും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കൊറോണ കാലം ഇതൊക്കെ കഴിഞ്ഞിട്ട് സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ എല്ലാവരും ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വരിക. ഇതൊക്കെ മലപ്പുറം ജില്ലയുടെ തീരപ്രദേശങ്ങളിലുള്ള ചില അപൂർവമായിട്ടുള്ള പാർക്കുകളാണ്. കാണാൻ അതിമനോഹരമാണ്. ഇതിന് തൊട്ടപ്പുറത്ത് വേറെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ കുട്ടികൾക്കായിട്ട് പ്രത്യേകമായിട്ട് സംഭവമാണ്. അത് ഈ കൊറോണൻ്റെ ഇതിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കുട്ടികളുടെ ഊഞ്ഞാലുകൾ, അതുപോലെ ചെറിയ ട്രെയിനുകൾ, മറ്റുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ സെൻട്രലായിട്ടുള്ള ഒരുപാട് പാർക്കുകൾ. അതുകൊണ്ട് തന്നെയാണ് ഫാമിലീനെ കൂടുതലായിട്ടും ഈ പാർക്കിലേക്ക് കൂടുതലായിട്ടും ഫാമിലികളെ ആകർഷിക്കുന്നത്. ഇതാ രസകരമാണ്. പിന്നെ അപ്പുറത്തുണ്ട് ആ കാണുന്ന കാറ്റാടി മരം. അത് അങ്ങോട്ട് ഉള്ളോട്ടുണ്ട്. ഇതിലൂടെ അങ്ങനെ നടന്ന് പുലിമുട്ടിലേക്ക് നടക്കാൻ പറ്റും. എനിക്കിപ്പോൾ അങ്ങോട്ട് അലൗഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല തൽക്കാലം. ഇതുവരെ ഞാൻ വന്നൊക്കെ വേറെ വഴി ഇതാണ്. അപ്പുറത്തോട്ട് അവർ മതിലൊക്കെ ചാടിക്കടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരുന്നത്. എടുക്കണം, കാണിക്കണം നിങ്ങളെന്ന് തോന്നി. ഇതിന് മുന്നേ 3-4 വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത്. എനിക്കിപ്പോൾ പരപ്പനങ്ങാടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 18-20 കിലോമീറ്ററോളം ഉണ്ട്. കണ്ടില്ലേ, നല്ല രസമാട്ടോ. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം, നല്ല തണൽ നൽകുന്ന അന്തരീക്ഷം, അത് ഭയങ്കര സംഭവമാണ്. അത് ആദ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ മെയിൻ ഈ മരങ്ങളാണ്. ഈ മരങ്ങളുടെ ഉള്ളിലും ഇരിക്കാനും ഈ കൽപ്പടവുകളിലും ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഇരിക്കാനാണ് ഏറ്റവും നമുക്കൊരു നല്ല രസമാണ്. പറഞ്ഞറിയിക്കാണ്ട്. പിന്നെ കാറ്റ്, കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റിനെ പറയണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ കാണുന്ന ഒരു തോണി ഉണ്ടല്ലേ, ആ തോണിമേൽ ഒന്ന് ഇരിക്കണം തോന്നി. അപ്പം അങ്ങനെ അതിനടുത്തേക്ക് പോവാം. അപ്പോൾ കല്ലിങ്ങനെ രമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാണാനില്ല, അതാണ് ആ പുലിമുട്ട് കാണുന്നത്. ചെറിയൊരു ഇതിൽ ഇതൊക്കെയാണ് ഈ മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ട് നല്ല രസമാണ്. അയ്യോ, ഇതൊക്കെ എവിടെ കിട്ടും? ഇതാണ് മലപ്പുറം ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശം എന്ന് പറയാം ഏകദേശം. പിന്നെ അവിടെ പൊന്നാനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാലാണല്ലോ മലപ്പുറം ജില്ല വരിക അല്ലേ. ആരോ
ഏതോ ജീവനക്കാർ തോണി ഇവിടെ ഇട്ടവർ പോയതാണ്. അവരിപ്പം ഈ കടലിൻ്റെ ഇതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പോയേക്കാണ്. അപ്പോൾ തോണിമേലിരുന്ന് ഇപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളെ ചാനലിൽ ഇനിയും ഇതുപോലുള്ള അനവധി വീഡിയോകളും മറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും കൂടി ചെയ്യട്ടോ, മറക്കരുത്.